ഭിന്നലിംഗക്കാർ ചേർന്ന് രൂപീകരിച്ച രാജ്യത്തെ മൂന്നാമത്തെ കുടുംബശ്രീ യൂണിറ്റ് നിലവിൽ വന്നു. രാജ്യത്തെ ആദ്യ ഭിന്നലിംഗ കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ച തിരുവനന്തപുരം കുന്നുകുഴി വാർഡിൽ തന്നെയാണ് വീണ്ടും യൂണിറ്റ് രൂപീകരിച്ചത്. മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഭിന്നലിംഗക്കാർക്ക് പ്രത്യാശ നൽകുന്നതും വരുമാനം കണ്ടെത്താൻ ഉതകുന്നതുമായ പരിശീലനമാവും ഇവിടെ ഇവർക്ക് നൽകുക. പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സിനെ പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ രൂപീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഭിന്നലിംഗക്കാർക്ക് വേണ്ടി കുടുംബശ്രീ യൂണിറ്റ് ആരംഭിച്ച തിരുവനന്തപുരം കുന്നുകുഴി വാർഡിൽ തന്നെയാണ് വീണ്ടും കുടുംബശ്രീ യൂണിറ്റ് രൂപീകരിച്ചത്. ഞങ്ങൾക്ക് സ്വയം തൊഴിൽ ഇൻകം സോഴ്സ് ഇല്ല എന്നുള്ളതൊക്കെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ മേഖലയിലൊക്കെ തന്നെ ഞങ്ങളുടെ ഒരു കടന്നുവരവ് ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഇന്നൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. DYFI അഖിലേന്ത്യാ സമ്മേളനം ഭിന്നലിംഗക്കാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രമേയം പാസാക്കിയിരുന്നു. ഇതിൽ നിന്നുള്ള പ്രചോദനമാണ് ഇത്തരമൊരു സംരംഭം തുടങ്ങാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് വാർഡ് കൗൺസിലറും DYFI നേതാവുമായ IP ബിനു പറഞ്ഞു. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഇവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ DYFI അഖിലേന്ത്യാ സമ്മേളനം പ്രമേയം പാസ്സാക്കി. അപ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ഈ ഫസ്റ്റ് കമ്മിറ്റി കൂടുമ്പോൾ ഇവരെ ഒരുപാട് അനുഭവങ്ങൾ മുന്നിൽ വന്നപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് കൂടുതൽ ഗൗരവമായിട്ട് ഒരു കുടുംബശ്രീ യൂണിറ്റ് രജിസ്റ്റർ ചെയ്തു. തൊഴിൽ കണ്ടെത്താൻ കഴിയാത്തതാണ് ഭിന്നലിംഗക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. അതിനെ പ്രതിരോധിക്കാനുള്ള പരിശീലനമാണ് ഇവർക്ക് നൽകുക. ബ്യൂട്ടീഷ്യൻ കോഴ്സ്, തയ്യൽ, പ്ലാസ്റ്റിക് ബാഗ് നിർമ്മാണം ഇവയടക്കമുള്ള 42ഓളം കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഇവർക്ക് പരിശീലനം നൽകുമെന്ന് കുടുംബശ്രീ ജില്ലാ ഓഫീസർ S. സിന്ധു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.